കണ്ടൊരു നോക്ക് കാണാൻ. എങ്ങനെ VS-ഉമായിട്ട് എങ്ങനെ ഈ രീതിയിൽ ഒരു സമരസപ്പെടൽ ഉണ്ടായത്? ആധുനിക കേരളത്തിന്റെ അടിത്തറയിട്ട സഖാവാണ് അദ്ദേഹം. ഇല്ലായിരുന്നെങ്കിൽ കേരളത്തിന് ഈ മുഖച്ഛായ ഉണ്ടാവില്ലായിരുന്നു. അദ്ദേഹം ഇല്ലായിരുന്നെങ്കിൽ കേരളത്തിലെ പാവപ്പെട്ടവനെ ഇങ്ങനെ എണീറ്റ് നിന്ന് വിളിക്കാനോ നിവർന്നു നിൽക്കാനോ സാധിക്കില്ലായിരുന്നു. ജന്മിത്തത്തിനെതിരെ അതുപോലെ തന്നെ അടിയാളർക്ക് വേണ്ടി ശബ്ദമുയർത്തിയ ഒരേയൊരു നേതാവ്, ആ നേതാവിന്റെ പേരാണ് VS. എന്താണ് നമ്മുടെ നെഞ്ചിലെ റോസാപ്പൂവെ കണ്ണേ കരളെ VS എന്ന മുദ്രാവാക്യമില്ലേ, അത് ഒരു കമ്മ്യൂണിസ്റ്റ് മുദ്രാവാക്യം അല്ല എന്നൊക്കെ അന്ന് പറച്ചിലുണ്ടായിരുന്നല്ലോ. അങ്ങനെ ഉള്ളിൽ സർഗാത്മകതയുണ്ടെങ്കിൽ കണ്ണേ കരളെ എന്ന് വിളിക്കുന്ന മുദ്രാവാക്യം ഒന്ന് വിളിക്കാം ഉറക്കെ. കണ്ണേ കരളെ VS, ഞങ്ങളുടെ നെഞ്ചിലെ റോസാപ്പൂവേ, ഞങ്ങൾ ഒന്നായി പറയുന്നു, ഇൻകുലാബ് വിളിക്കുന്നു, ആവേശത്താൽ ഞങ്ങൾ വിളിക്കും, ഞങ്ങളുടെ കണ്ണാണ് VS, ഞങ്ങളുടെ കരള VS, ഇൻകുലാബ് സിന്ദാബാദ്, ഇൻകുലാബ് സിന്ദാബാദ്, ജീവന VS. ഞങ്ങൾ അതിനു വേണ്ടി തന്നെയാണ്, ഞങ്ങൾ എല്ലാവരും ഉണ്ട്. ഞാനൊരു ഞാൻ തൃശ്ശൂരാണ്. ഞാൻ KSTAയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് ആണ്. അതെ, ഞങ്ങൾ എല്ലാവരും ഉണ്ട്. ഞാൻ ഡയറ്റ്, തൃശ്ശൂർ ഡയറ്റ്. ടീച്ചറിന്റെ പേരൂടെ ഡോക്ടർ സിജി ടീച്ചറാണ്, ഡയറ്റിലെ ടീച്ചറാണ്, KSTAയുടെ സജീവ പ്രവർത്തകയാണ്. അപ്പോൾ ഈ മുദ്രാവാക്യം ഈ മുദ്രാവാക്യത്തിന്റെ ആവേശം ചേട്ടൻ വിളിച്ചോ ഇല്ല ഇല്ല ഭരിക്കുന്നില്ല, ഭരിക്കുന്നില്ല, ജീവിക്കുന്നു ഞങ്ങളിലൂടെ. ഇവിടെ VS-ന്റെ അനുയായികൾ എപ്പോഴും കൊടുക്കുന്നതാണ് ആ മുദ്രാവാക്യം കണ്ണേ കരളെ VS എന്നത്. അത് ഇനിയിപ്പോഴും ഏതെങ്കിലും ഒരു കമ്മ്യൂണിസ്റ്റ് സ്വഭാവത്തിലുള്ള മുദ്രാവാക്യമല്ല എന്നൊക്കെ പറയുകയാണെങ്കിലും അത് കണക്കിലെടുക്കുന്നില്ല. കാരണം വേറൊന്നും കൊണ്ടുമല്ല, VS അത്രത്തോളം പ്രിയപ്പെട്ടവനാണ്, അത്രത്തോളം ജീവിതത്തിന്റെ ഭാഗമായതുകൊണ്ടാണ് ഈ നിലയിൽ ഒരു വൈകാരിക പ്രതികരണം, വൈകാരിക പ്രകടനങ്ങൾ മുദ്രാവാക്യങ്ങളായി ഈ വൈകുന്നേരം, ഈ മഴ കോരിച്ചൊരിയുന്ന പേമാരി പെയ്യുന്ന ഈ സമയത്ത്, ഈ സന്ധ്യ മയങ്ങിയ സമയത്ത് അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം ഈ ആലപ്പുഴയുടെ ആലപ്പുഴയിൽ പൊതുദർശനത്തിന് വെച്ചിരിക്കുമ്പോൾ ഈ മുദ്രാവാക്യം മുഴങ്ങുന്നതിൽ തെല്ലും അത്ഭുതമില്ല. VS-ന്റെ സമര പോരാട്ടങ്ങളുടെ ഒരു ഹൃദയഭൂമിയാണ് ആലപ്പുഴ. അതുകൊണ്ട് ഈ മുദ്രാവാക്യം മുഴക്കി ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന്, ലക്ഷക്കണക്കിന് VS-നെ സ്നേഹിക്കുന്ന അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ അനുയായികൾ എന്ന് പറയാവുന്ന ആളുകൾ ഇവിടേക്ക് ഒഴുകി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുമ്പോൾ വീണ്ടും എവിടുന്നാ വരുന്നത്? തൃശ്ശൂര്. ഞങ്ങള് AKG-നെ കണ്ടിട്ടില്ല, EMS-നെ കണ്ടിട്ടില്ല, VS-നെ കണ്ടിട്ട് വളർന്ന ഞങ്ങള്. എങ്ങനെയാ VS-ഉമായിട്ട് എന്താ ഒരു ഹൃദയബന്ധം? ഹൃദയം വന്ന ഞങ്ങളുടെ സഖാവാണ് VS. എങ്ങനെ? ഞങ്ങളെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിന്റെ സഖാവ്, സമരത്തിന്റെ വീര പോരാളി സഖാവ്. കമ്മ്യൂണിസ്റ്റ് ആയത് VS-നെ കണ്ടാണോ? ഞാൻ ചെറുപ്പം മുതലേ കമ്മ്യൂണിസ്റ്റ് തന്നെയാണ്. VS-നെ കണ്ട് കമ്മ്യൂണിസ്റ്റായ, ചെറുപ്പം മുതൽ കമ്മ്യൂണിസ്റ്റ് ആവുകയും VS-നെ കണ്ട് ആവേശം കൂട്ടുകയും ഒക്കെ ചെയ്ത ആളുകൾ ഈ വരികളിൽ നിൽക്കുന്നുണ്ട്. ഒരു പക്ഷേ നമുക്ക് എത്ര പേരുടെ പ്രതികരണം എടുക്കാൻ കഴിയുന്നത്? ഈ ചേട്ടൻ ഇപ്പോഴും മഴയത്ത് നിൽക്കുകയാണ്, മഴ നനഞ്ഞ് നിൽക്കുകയാണ്. ഈ മഴ നനഞ്ഞ് തണുത്ത് വിറച്ചൊക്കെ നിൽക്കുന്ന ആളുകളെ നമ്മൾ കാണുന്നുണ്ട്. ഇവിടെ പോലീസ് ഇവിടെ വലിയൊരു വലയം സൃഷ്ടിച്ചിട്ടുണ്ട്. ഈ ക്യൂ കൃത്യമായി ഒരുക്കി അച്ചടക്കത്തോടെ മുന്നോട്ട് പോകുന്നതിന് വേണ്ടി കൂടി. ചേട്ടാ എവിടുന്നാ വരണേ? നിലമ്പൂര്. എപ്പോ വന്നേ? രാവിലെ. ഇതുവരെ കണ്ടിരുന്നില്ല, കണ്ടിട്ടേ പോകും. VS-ന്റെ ആവേശത്തിന്റെ പ്രസംഗങ്ങൾ കേൾക്കാറുണ്ടോ? ഒരുപാട് കേട്ടിട്ടുണ്ട്. എങ്ങനെയാ VS-ഉമായിട്ടുള്ള ഒരു കണക്ഷൻ? വിജയകുമാർ, അവിടുത്തെ പൊതുദർശനം രാത്രി 8 മണിയോടെ അവസാനിപ്പിക്കാൻ കഴിയുമെന്ന രീതിയിലാണല്ലോ CPM നേതൃത്വം കണക്കുകൂട്ടുന്നത്. അതിനെക്കുറിച്ച് എന്തെങ്കിലും വിവരം ലഭിച്ചുവോ? രാത്രി 10 മണിയാകുമ്പോൾ
വലിയ ചുടുകാട്ടിലെ സംസ്കാരം പൂർത്തിയാക്കാൻ കഴിയും എന്ന പ്രതീക്ഷയാണ് ഇപ്പോൾ CPM നേതൃത്വത്തിനുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ പുറത്ത് പരശതം ജനങ്ങൾ കാത്തു നിൽക്കുകയാണ്. തങ്ങളുടെ പ്രതീക്ഷയായ, തങ്ങളുടെ ആവേശമായ, തങ്ങളിലേക്ക് സമരജ്വാല പടർത്തിയ നേതാവിനെ ഒരു നോക്ക് കാണാതെ ഇവരാരും മടങ്ങിപ്പോകുമെന്ന് കരുതാൻ കഴിയില്ല. നാടിൻ്റെ നാനാ ദിക്കുകളിൽ നിന്നെത്തിയ ആളുകൾ, വിദൂരങ്ങളിൽ നിന്നെത്തിയ ആളുകൾ, മണിക്കൂറുകളോളം അവിടെ കാത്തു നിൽക്കുന്ന ആളുകളൊന്നും മടങ്ങിപ്പോകുമെന്ന് കരുതാനാകില്ല. തങ്ങളുടെ പ്രിയപ്പെട്ട നേതാവിനെ, കാവലാൾ പോലെ തങ്ങളെ ഇത്രകാലവും കാത്തു സൂക്ഷിച്ച നേതാവിനെ ഒരു നോക്ക് കാണാതെ ഇവരാരും മടങ്ങിപ്പോകില്ല. ജനങ്ങൾ അത് എവിടെയായാലും, കാസർഗോഡായാലും കന്യാകുമാരിയിലായാലും ജനങ്ങൾ ക്ലേശങ്ങൾ അനുഭവിക്കുമ്പോൾ അവിടെയൊക്കെ എത്തിച്ചേരുവാൻ കഴിയുന്ന മഹാനുഭാവൻ കൂടിയായിരുന്നു. കാരുണ്യം മനസ്സിൽ സൂക്ഷിച്ച VS അച്യുതാനന്ദൻ. കർക്കശക്കാരനായിരിക്കും എന്ന ആളുകൾ കരുതുമ്പോഴും അദ്ദേഹത്തിൻ്റെ കാർക്കശ്യത്തിനപ്പുറം കടന്നു പോകുന്ന കാരുണ്യബോധം അദ്ദേഹത്തിനുണ്ടായിരുന്നു. കാസർഗോഡ് എൻഡോസൾഫാൻ വിക്ടിംസിന് വേണ്ടി അദ്ദേഹം അടരാടിയ കഥ 24-ലൂടെ തന്നെ ഈ എൻഡോസൾഫാൻ വിക്ടിംസിൻ്റെ പ്രശ്നങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ച പ്രശസ്ത കഥാകൃത്തും സംവിധായകനുമായ പ്രൊഫസർ MA റഹ്മാൻ രാവിലെ തന്നെ പറയുന്നുണ്ടായിരുന്നു. എല്ലാ കാലവും എൻഡോസൾഫാൻ രക്തസാക്ഷികൾക്ക് ആനുകൂല്യങ്ങൾ നൽകണമെന്ന കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമുള്ള ആളായിരുന്നില്ല VS അച്യുതാനന്ദൻ. മാത്രവുമല്ല, അവർക്ക് സംഭവിച്ച അപജയത്തിൽ അവരെ അണച്ചു നിർത്തണം എന്ന വിശ്വാസക്കാരൻ കൂടിയായിരുന്നു. പൊതുപ്രവർത്തകർക്കൊപ്പം അവരുടെ കാര്യത്തിൽ ഇടപെടാൻ അദ്ദേഹം താല്പര്യം കാണിച്ചിരുന്നു. വിജയകുമാർ വീണ്ടും നമുക്കൊപ്പം ചേരുകയാണ്. വിജയകുമാർ, യഥാർത്ഥത്തിൽ പാർട്ടി നേതൃത്വം പ്രതീക്ഷിക്കുന്ന പോലെ 8 മണിക്ക് ഇത് അവസാനിപ്പിക്കാൻ കഴിയുമോ? SK അങ്ങനെ ഒരു പ്രതീക്ഷയും എനിക്കില്ല. കാരണം 8 മണിക്ക് ഇത് അവസാനിപ്പിക്കണമെങ്കിൽ ഇപ്പോൾ തന്നെ ഏതാണ്ട് സമയം 7:30 അരമണിക്കൂർ കൊണ്ട് ഈ പറയുന്ന 10,000-കണക്കിന് ആളുകൾ അവിടേക്ക് എത്തി VS-നെ കണ്ടു മടങ്ങും എന്നെനിക്ക് തോന്നുന്നു. നോക്ക് SK, ഇവരൊക്കെ നനഞ്ഞ് കുതിർന്ന് നിൽക്കുകയാണ്. ഞങ്ങൾ വൈക്കത്തുനിന്ന് വന്നവരാ. വൈക്കം കൃഷ്ണപിള്ളയുടെ നാട്ടിൽ നിന്ന് VS-നെ കാണാൻ വന്നതാണ്. കൃഷ്ണപിള്ളയുടെ നാട്ടിൽ നിന്ന്. കൃഷ്ണപിള്ളയാണല്ലോ VS-ന് പാർട്ടി അംഗത്വം. അതെ. അതുകൊണ്ട് ഞങ്ങൾ കാണാൻ വന്നതാണ്. വളരെ രാവിലെ തന്നെ വന്നു, അവധിയെടുത്ത് വന്നതാണ്. ജീവനക്കാരാണ്, അവധിയെടുത്ത് വന്നതാണ്. ബാങ്കിലാണ്, സർവീസ് ബാങ്കിലാണ്. അവധിയെടുത്ത് വന്നതാണ് ഇന്നത്തേക്ക് വന്നത്. ഞങ്ങളുടെ ജീവന്റെ തുടിപ്പായ നേതാവിനെ കാണാനാണ് വന്നത്. മഴ നനഞ്ഞാണ് നിൽക്കുന്നത്. ചിലർക്ക് റെയിൻകോട്ട് ഉണ്ട്, ചിലർക്ക് റെയിൻകോട്ടും ഇല്ല, ചിലർക്ക് മഴ കൊണ്ടിരിക്കുവോ? മഴയേക്കാൾ വലുതാണ് ഞങ്ങളുടെ VS.